നമ്മൾ ഓണത്തിന്റെ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ബ്രോ അല്ലേ? ഓണത്തിന്റെ ഓഫറിൽ കൊടുക്കാട്ടേക്കുന്ന ഒരു വണ്ടിയാണ്. ഏത് ഷോപ്പിൽ കൊണ്ടുപോവാ, ഏത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവാ, ഏത് ഷോറൂമിലും കൊണ്ടുപോവാ, ഫുൾ ഗ്യാരണ്ടി. പ്രശ്നമില്ല. ഞാൻ അങ്ങനെ പറയുന്ന വാഹനങ്ങൾക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോവാം. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള വാഹനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ഏത് വണ്ടി കൊമേഴ്ഷ്യൽ പർപ്പസിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്തു തരും. ഏത് വണ്ടി? ട്രാവലർ കൊടുക്കാം, ലോറി കൊടുക്കാം. എൻ്റെ അടുത്ത് 4 ട്രാവലർ നിലവിലുണ്ട്. നോ റീപ്ലേസ്മെന്റ്, നോ ആക്സിഡന്റ് ഹിസ്റ്ററി, പക്ക നീറ്റ്. നമ്മളിവിടെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അരുൺ. അങ്ങനെ നമ്മുടെ മലപ്പുറത്തു നിന്നുള്ള 5ാമത്തെ വീഡിയോയുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ യൂസ്ഡ് കാറിൻ്റെ വീഡിയോ ആണ്. ജൂബിലി മോട്ടറിംഗ് എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ വീഡിയോ ചെയ്യാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഈ ഷോറൂമിനും പ്രത്യേകതകളുണ്ട്. അതായത് ഓണം സ്പെഷ്യൽ ഓഫറിൽ നമ്മൾ ഇവിടുത്തെ വണ്ടികൾ വിൽക്കുന്നുണ്ട്. കൂടാതെ ഫുൾ ഓൺ വണ്ടികൾ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഫുൾ ഓൺ വണ്ടികളുണ്ട്. അതായത് 0 ഡൗൺ പേയ്മെൻറ്റിലുള്ള വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടികൾ ഓരോന്നായിട്ട് പരിചയപ്പെട്ടു തുടങ്ങാം. അപ്പോൾ നമ്മൾ വണ്ടികൾ പരിചയപ്പെടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമുക്ക് ഇവിടുത്തെ മുതലാളി പരിചയപ്പെടണ്ടേ? ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് ഫവാദ്. ഫവാദാണ് നമുക്ക് ഇന്ന് വീഡിയോ വണ്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടി പോകും. നമുക്ക് ഓണം ഓഫറൊക്കെ ഇല്ലേടാ? ഓണത്തിന് നമുക്ക് അടിപൊളി ഓഫർ ആയിട്ട് കൊടുക്കാം. അടിപൊളി ഓഫർ ഉണ്ട് കേട്ടോ. ഓണത്തിന്റെ ഓഫർ കൂടാണ്ട് നമുക്ക് ഫുൾ ഓൺ വണ്ടികളുണ്ട്. ഇൻട്രോയിൽ പറഞ്ഞോ അല്ലേ? ഫുൾ വണ്ടി എത്ര ഉണ്ടാവും നമുക്ക് പറയാം. നമുക്ക് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ അല്ലേ? നമുക്ക് ഇടയിൽ കാണിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് വണ്ടി പരിചയപ്പെട്ടു തുടങ്ങിയാൽ നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു. എന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയില് മഞ്ചേരിന്ന് മുട്ടിപ്പാൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. മഞ്ചേരിന്ന് മലപ്പുറം റോഡ് പോകുന്ന വഴിയാണ് ലൊക്കേഷൻ വരുന്നത്. റോഡ് സൈഡ് തന്നെയാണ്. അപ്പോൾ ഷോറൂമിന്റെ ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. നമുക്ക് ആദ്യം ബ്രസ് തുടങ്ങിയാലോ? ബ്രസ് തുടങ്ങാം. മാരുതി സുസുക്കിയുടെ ബ്രസ്സയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന വണ്ടി. ഡീറ്റെയിൽസ് പറഞ്ഞു. ഡീറ്റെയിൽസ് 2019 മോഡല് ഓട്ടോമാറ്റിക് ഡീസൽ വീഡിയോ വേരിയന്റ് ആണ് വരുന്നത്. 66,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. റീ രജിസ്റ്റേർഡ് ആണ്. വേറെ കംപ്ലൈൻറ്റ്സ് റീപ്ലേസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ക്വാളിറ്റി വാഹനം. നമുക്ക് ഈ ഓണം പ്രമാണിച്ച് 7,80,000 കൊടുക്കാം. ഓണം പ്രമാണിച്ച് 7,80,000 രൂപ കൊടുക്കാം. 2019 വീഡിയോ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം. ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പൊ ഇതിന്റെ ഫിനാൻസ് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. ഫിനാൻസ് എന്താ, സിവിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം കേട്ടോ. വേറെ 50 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കാം. വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു റീപ്ലേസും ഇല്ല. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ വണ്ടിയിൽ? ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ. ഓപ്പൺ അല്ലേ? ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് കിടക്കുന്നത്. സീറ്റിന്റെ അപ്പോസിങ് കാര്യങ്ങളൊന്നും ഡാമേജ് ഒന്നും ഇല്ല. എല്ലാം നീറ്റായിട്ട് തന്നെ കിടക്കുന്നു. റിയർ ഭാഗത്ത് വരുമ്പോഴും ഓക്കെ ആണ് വണ്ടി. ആണല്ലോ. വണ്ടിയുടെ ടയർ കണ്ടീഷനൊക്കെ പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം പുതിയ ടയറാണല്ലേ വണ്ടി കിടക്കുന്നത്? അത്യാവശ്യം പുതിയ ടയറാണ്. അത്യാവശ്യം 90% മേലെ ഓടാനുള്ള ടയറൊക്കെ കിടപ്പുണ്ട്. യെസ്. അപ്പോൾ ഇതാണ് ബ്രസയുടെ കാര്യങ്ങൾ. അടുത്ത വണ്ടിയിലേക്ക് പോകുമ്പോൾ ഇത് എത്തിയോസ് ആണ്. ഒരു ലിവ ഉണ്ടായിരുന്നില്ലേ? ബാക്കിലാണല്ലേ? ഓക്കെ. അപ്പോൾ എത്തിയോസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. 2019 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന കേരളത്തേക്ക് പേപ്പറായ വാഹനം. ഓക്കെ. ഇത് റീ രജിസ്റ്റേർഡ് ആണ്. നിലവിൽ GGL ആണ് നമ്പർ പ്ലേറ്റ് ഉള്ള. കേരളത്തേക്ക് ആക്കാൻ കൊടുത്തിട്ടുണ്ട്. 1,60,000 കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഉള്ളില് റിവേഴ്സ് ക്യാമറ അതുപോലെ തന്നെ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. GD വേരിയന്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഫിനാൻസ് ഡീറ്റെയിൽസ് ഞാൻ 7,25,000 രൂപയാണ് ആവശ്യപ്പെടുന്നത്. ഒരു 70 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം അല്ലേ? ഓക്കെ. ടാക്സി വാഹനങ്ങൾക്ക് ടാക്സി ഓടാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ടാക്സിയിലാക്കി തരും. അതുകൊണ്ട് ടാക്സി ഓടാൻ ആവശ്യമുള്ള ആളുകൾക്ക് ടാക്സി ആക്കി കൂടി തരും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇത് ഏത് വേരിയന്റ് ആയിരുന്നു? GD ആണ്. GD എന്ന് പറയുന്നത് മിഡ് ബേസ് മോഡലാണല്ലേ? ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റീരിയോ അതുപോലുള്ള റിവേഴ്സ് ക്യാമറ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. സീറ്റിന്റെ അപ്പോൾസ്റ്ററി അടിപൊളിയാണ് കേട്ടോ. ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കളറിലെ സീറ്റിന്റെ അപ്പോൾസ്റ്ററി ചെയ്തിട്ടുണ്ട്. എത്തിയോസിന്റെ ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കളറിലെ അപ്പോൾസ്റ്ററി ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ വിത്ത് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. ബാക്കിലത്തെ സീറ്റും അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് എത്തിയോസിന്റെ കാര്യങ്ങൾ. നേരെ നമ്മൾ ഇന്നോവ പറയാം അല്ലേ? ഇന്നോവ കൊടുക്കാം. യെസ്. ഇന്നോവ ഡീറ്റെയിൽസ് പറഞ്ഞു. 2011 മോഡല് ലാസ്റ്റ് ഡിസംബർ വാഹനമാണ്. 3 ലക്ഷം കിലോമീറ്റർ ഓട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നു. നമുക്ക് 6,500 രൂപ കൊടുക്കാം. 6,50,000 രൂപ. നമുക്ക് 2011 ഫിനാൻസ് കിട്ടുമോ? ഫിനാൻസ് കൊടുക്കാം. നമുക്ക് ഏത് ഇയർ മോഡലിലേക്കുള്ള വണ്ടിക്ക് ഫിനാൻസ് കിട്ടാം? പൊതുവെ 11 മേലക്കുള്ളതാണ് കിട്ടല്. പിന്നെ ടൊയോട്ട പോലുള്ള അത്യാവശ്യം മാർക്കറ്റിലുള്ള വാഹനങ്ങൾക്ക് 10-നും 11-നൊക്കെ കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിനും ഫിനാൻസ് അവൈലബിൾ ആണ്. ഫിനാൻസ് കൊടുക്കാം. എത്ര രൂപ അടച്ച് എടുക്കാൻ പറ്റുമായിരിക്കും?
ഇതൊരു 1 ലക്ഷം 1.5 ലക്ഷം റുപ്യ മുടക്ക് വരും അല്ലേ? ഓക്കെ. വണ്ടി എന്തായാലും ഗുഡ് കണ്ടീഷൻ തന്നെയാണ് അല്ലേ? വണ്ടി ഫുൾ പക്ക, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഇന്നോവയാണ് കിടക്കുന്നത്. അടിപൊളിയാണ്. 6 സീറ്റർ ആണോ 7 സീറ്റർ ആണോ? 7 സീറ്റർ വാഹനമാണ് കേട്ടോ. യെസ്. അപ്പോൾ നമ്മൾ ഈ പരിചയപ്പെട്ട വണ്ടി ഇത് ഡീസൽ വണ്ടിയാണ്. അത് ഡീസലാണ്, ഇത് ഡീസലാണ്, അത് ഡീസലാണ്. ഇപ്പോൾ പരിചയപ്പെട്ട 3 വണ്ടിയും ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഒരു പെട്രോൾ വാഹനത്തിൽ പോവാം. ചുമന്ന സ്വിഫ്റ്റിലേക്കാണ് ഗൈസ്. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. 2023 ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ. 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ആകെ 30,000 കിലോമീറ്റർ ഓടിയ ZXi ഫുൾ ഓപ്ഷൻ വാഹനം. ഫുൾ ഓപ്ഷൻ റെഡ് ആണ്. ഓക്കെ. എത്ര ചോദിക്കുന്ന വില? നമുക്ക് 7 ലക്ഷം റുപ്യ കൊടുക്കാം. 7.5. ഓക്കെ. ഇതിന് ഫിനാൻസ് എങ്ങനെയാ? ഫിനാൻസ് 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി തരാം. 50 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കാം. നല്ല കിടുക്കൻ ഫുൾ ഓപ്ഷൻ സ്വിഫ്റ്റ് കിടപ്പുണ്ട്. ഇന്റീരിയർ സൈഡൊക്കെ നീറ്റാണ്, നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. 23 മോഡൽ വണ്ടിയാണ്. ആകെ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പുറത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു കൊടുത്തോ. അടിപൊളി കിടുക്കൻ കണ്ടീഷനിൽ തന്നെ കിടക്കുകയാണ്. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റങ്ങളൊന്നും പറയാനില്ല. അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നു. നോട്ട് ഈവൻ എ സിംഗിൾ സ്ക്രാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത വണ്ടിയാണ്. നമ്മൾ ഓണത്തിൻ്റെ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞില്ല ബ്രോ അല്ലേ? ഓണത്തിൻ്റെ ഓഫറിൽ കൊടുക്കാനായിട്ടേക്കുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയുടെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് പറയും, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഒരു കിഡിലെ ഇന്നോവ ക്രിസ്റ്റയാണ്. ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കാനായിട്ടിരിക്കുന്നത്. നേരെ നമുക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റിലേക്ക് പോകാം. ഇത് ഏത് ഇയറാ ബ്രോ? ഇത് 2017 മോഡൽ. 2017 മോഡൽ. ഏതാ വേരിയന്റ്? വേരിയന്റ് വരുന്ന VDI ഡീസലാണ്. 3rd ഓണർഷിപ്പിലാണ് വരുന്നത്. 1 ലക്ഷം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ഒരു ഡോറിന്റെ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, വേറെ വിഷയങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയൂ കേട്ടോ. ഒരു ഡോറിന്റെ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ആയിരുന്നു വണ്ടി ഓടിയത്? 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എത്ര? 5.35 ഫൈനൽ. 5.35. വണ്ടിയുടെ പ്രൈസ് ഒക്കെ എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിരിക്കും? സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിരിക്കും. അപ്പോൾ ഇതിന് 5.35. 5,30,000 രൂപ. 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം കേട്ടോ. കിടിലൻ സ്വിഫ്റ്റ് ആണ്. ടയർ കണ്ടീഷൻ പുതിയ ടയറാട്ടോ. അത്യാവശ്യം നല്ല കിടിലൻ കട്ടയുള്ള ടയറാണ്. എവിടുന്ന് ഓടി വന്നതുകൊണ്ട് ടയർ ഇച്ചിരി ചെളിയായിട്ട് കിടക്കുന്നുള്ളൂ. പിന്നെ മഴക്കാലമൊക്കെ അല്ലേ. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ അപ്പോൾഷ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സീറ്റ് കവർ ഇട്ടിട്ടുണ്ട്. ഓക്കെ. വേറെ ഒന്നും എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ കിടക്കുന്ന വണ്ടിയാണ്. നേരെ നമുക്കൊരു ചെറിയ കാറിലേക്ക് പോകാം. മാരുതി സുസുക്കിയുടെ 1,55,000 രൂപ കൊടുക്കാം. വേറെ 1,50,000 രൂപയുടെ വണ്ടിയാണ്. 1,55,000. 2015 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ ഓട്ടം. നോ റീപ്ലേസ്മെന്റ്, നോ ആക്സിഡന്റ് ഹിസ്റ്ററി, പക്ക നീറ്റ്. നമ്മുടെ ഇവിടെ കിടക്കുന്ന ഒരു വണ്ടിക്കും ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലല്ലോ. ഇല്ല, ഞാൻ ടോട്ടൽ ലോസ് വണ്ടികൾ ഞാൻ ചെയ്യാറില്ല. അതാണ് അത് ഞാൻ ഇൻട്രോയിൽ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് കാര്യമായിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഒരു വണ്ടിയും അങ്ങനെ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഉള്ള വണ്ടി ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂട്ടോ. നേരത്തെ റീപ്ലേസ്മെന്റ് ഉള്ളത് ഞാൻ പറയും. റീപ്ലേസ്മെന്റ് തീരെ ഇല്ല ഞാൻ പറയില്ല. റീപ്ലേസ്മെന്റ് ഉണ്ട്, പക്ഷെ മേജർ ആക്സിഡന്റ്സ് ഒന്നുമില്ല. അങ്ങനെയുള്ള ടോട്ടൽ ലോസ് വാഹനങ്ങൾ ഞാൻ ഇവിടെ ചെയ്യാറില്ല. അപ്പൊ ഇത് എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ? ഇത് 66,000 കിലോമീറ്റർ. 63,000 കിലോമീറ്റർ. 63,000 കിലോമീറ്റർ. ഇതിന് ഫിനാൻസ് അവൈലബിൾ ആണോ? ഫിനാൻസ് കൊടുക്കാം. നമുക്ക് ഒരു 20 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. 20 രൂപ ഉണ്ടെങ്കിൽ വേറെ 20 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കണം. ഒരു ബൈക്കൊക്കെ മേടിക്കുന്ന കാശുണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ബാക്കി അടവടക്കണം കേട്ടോ അല്ലേ? അടവടച്ചാൽ മതി. ഇനി ഫുൾ ഓൺ വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഫുൾ ഓൺ വണ്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റിച്ചിന്റെ കാര്യത്തിലേക്ക്, റിച്ച് 2012 സെക്കൻഡ് ഓണർഷിപ്പ്, 1,60,000 കിലോമീറ്റർ ഓട്ടം, മേജർ സർവീസ് ഫുള്ള് കഴിഞ്ഞതാണ്. ഓക്കെ. മെയിൻ ക്ലാസ് മാത്രമേ റീപ്ലേസ് വരുന്നത്. ചെറിയൊരു ഇന്റീരിയർ, ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട്. വർക്ക് മീൻസ് സീറ്റ് കവർ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ബാക്കി പോളിഷ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരും. ഈ മങ്ങല് കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കും. ചെറുതായിട്ടൊന്ന് ഡിം ആയിട്ടുണ്ട്. ഇതൊക്കെ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ. എത്ര ചോദിക്കുന്നത്? 2,70,000 കൊടുക്കാം. 2,70,000 രൂപയ്ക്കാണ് ഈ വണ്ടി വിൽക്കാനിട്ടിരിക്കുന്നത്. നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണ്. അതൊക്കെ പുള്ളിയെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളി അങ്ങനെ കടുംപിടുത്തക്കാരനൊന്നുമല്ല അല്ലേ? നെഗോഷ്യബിൾ ആയിട്ട്. അപ്പോൾ ഇതിന് ഫിനാൻസ് 70 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം. 70 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം അല്ലേ? 12 ആണ്. അപ്പൊ എന്തായാലും അത്യാവശ്യം ഡൗൺ പേയ്മെന്റ് വരും. 12 അപ്പോൾ അത്യാവശ്യം ഡൗൺ പേയ്മെന്റ് ഒക്കെ വരും. ഇന്റീരിയർ സൈഡ് നോക്കുമ്പോൾ അപ്പോൾസറി മാത്രമാണ് ചെയ്തേക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു കൊടുത്തു. ഒരു ബ്രൗൺ കളറിലെ സീറ്റ് കവർ ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും എടുത്തു പറയാനില്ല. സ്റ്റോക്ക് സംഭവം കണ്ടീഷനിൽ തന്നെയാണ് കിടക്കുന്നത്. ടയർ കണ്ടീഷനൊക്കെ പറയുവാണെങ്കിൽ പുതിയ ടയറാണ് കിടക്കുന്നത് കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ള ടയറാണ്. ഓക്കെ. നേരെ നമുക്ക് എക്കോ സ്പോർട്ട്. ഫോർഡിന്റെ അത്യാവശ്യം ഫോർഡില് മാർക്കറ്റിലുള്ള ഒരു വാഹനമാണ്. തീർച്ചയായിട്ടും കമ്പനി നിർത്തി പോയിട്ട് ഇപ്പോഴും അടുത്ത കൊല്ലം വരുന്നുണ്ട്. വേറെ കമ്പനികളുണ്ട്, ഷോറൂമുകളുണ്ട്. പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഷോറൂമില്ല, പാർട്സ് കിട്ടൂല, സർവീസ് കിട്ടൂല.
അങ്ങനത്തെ ഒരു വിഷയമില്ല, എല്ലാ സർവീസും ഉണ്ട്. 2021 വരെ നിലവിൽ സർവീസ് ഉള്ള ഒരു വാഹനമാണ് ഇത്. തേർഡ് ഓണർഷിപ്പിൽ വരുന്ന 1,09,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. പിന്നെ ഈ കേസ് നമുക്ക് 5,25 കൊടുക്കാം. 5,25 കൊടുക്കാം. ഓക്കെ. വീഡിയോ കണ്ടു വരുന്നവർക്ക് 5,20 കൊടുക്കാം. വീഡിയോ കണ്ടുവരുന്നവർക്ക് 5,20 കൊടുക്കും. അതാണ് നമ്മളിവിടെ ആദ്യം ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞത്. ഇനിയും വീഡിയോ ഇങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓഫറുകളൊക്കെ ചാടി വരും കേട്ടോ. അപ്പോൾ ഇതിന് ഫിനാൻസ് ഉണ്ടാവും ബ്രോ? ഫിനാൻസ് കൊടുക്കാം. 1 ലക്ഷം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 4.5 ലക്ഷം വരെ ഫിനാൻസ് കൊടുക്കും. പിന്നെ എന്ത് വേണം? അപ്പോൾ ഇതിനകത്ത് ചെയ്തേക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഹെഡ്ലൈറ്റിൽ എന്തോ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഞാൻ ഫോഗ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ LED, ഇപ്പോഴത്തെ ട്രെൻഡിങ് LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോർഡ് എന്നുള്ള ലെറ്ററിംഗ് കൊടുത്തു. അത് ന്യൂ ഷേപ്പിൽ വരുന്നതാണ്. 2016 ന്യൂ ഷേപ്പ് സ്റ്റാർട്ടിംഗ് ആണ് ഈ വാഹനം വരുന്നത്. പിന്നെ പറയാനാണെങ്കിൽ സീറ്റ് വർക്ക് ഉണ്ട്. അപ്പോൾസ്റ്ററി ഉള്ളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വീൽ കപ്പിൽ ചെറിയൊരു കരവിരുത് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് കമ്പനി വരുന്നതാണ്. കമ്പനി വരുന്നതാണോ? കമ്പനി വരുന്നത്. ഇതിങ്ങനെ വരുന്നതാ? ഓക്കെ. ഒരു കോപ്പർ ഫിനിഷും ഒരു സംഭവമുള്ള ഒരു വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയറിൽ അപ്പോൾസ്റ്ററി ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾസ്റ്ററി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ആംബിയൻ ലൈറ്റ്സ് പറ്റിയ സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആംബിയൻ ലൈറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഫൂട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. ബാക്കിലത്തെ സീറ്റും ഒന്നും അങ്ങനെ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ കിടക്കുകയാണ്. ടയർ കണ്ടീഷനൊക്കെ പറയുവാണെങ്കിൽ ഒരു 50% ഓടാനുള്ള ടയർ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലത്തെ ടയറും ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് കിടക്കുന്നത്. 50% ഓടാനുള്ള ടയർ ഉണ്ട്. അപ്പോൾ എക്കോ സ്പോർട്ട് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വരുന്നത് ഒരു ഹ്യുണ്ടായുടെ i20 ഡീസൽ 2009-10 രജിസ്റ്റർ. മെയിൻ ക്ലാസ് ഞാൻ ചേഞ്ച് ചെയ്ത് തരും. നിലവിൽ റീപ്ലേസ് ഇല്ല, ക്ലാസ് പൊട്ടി കിടക്കാണ്, ചേഞ്ച് ചെയ്ത് തരും. 2,20,000 കൊടുക്കാം. 1,38,000 കിലോമീറ്റർ ആണ് ഓട്ടം. ഇത് മാറ്റിയിട്ട് 2,20,000 കൊടുക്കാം. ഓക്കെ. ഇത് ഏതായിരുന്നു വേരിയന്റ് വണ്ടി? ഇത് വേരിയന്റ് വരുന്ന മാഗ്ന മിഡ് വേരിയന്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇതിന് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം, ശ്രമിക്കാം. 2009-10 രജിസ്റ്റർ വരുന്നതാണ്. ശ്രമിക്കാം, ട്രൈ ചെയ്യാം. ആർക്കായാലും ഫിനാൻസ് ഏത് വണ്ടിക്കും ഞാൻ ട്രൈ ചെയ്ത് തരും. ഫിനാൻസിന് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്? ഫിനാൻസിന്റെ ഡോക്യുമെന്റേഷൻ വരുന്നത് ആധാർ, പാൻ കാർഡ്, സിവിൽ ഒക്കെ ആവണം. പിന്നെ ഗ്യാരണ്ടർ ആയിട്ടോ ഓണർ ആയിട്ടോ നിൽക്കുന്ന ആളെ പേരിൽ ലാൻഡ് ടാക്സ് അടച്ച റെസിപ്റ്റ് വേണം. ഇപ്പോൾ വാടക വീടുള്ള ഒരാളാണെങ്കിൽ ബുദ്ധിമുട്ടാണ്, എങ്കിലും നമുക്ക് ശ്രമിക്കാം അല്ലേ? വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഉള്ള വഴികൾ എന്തെങ്കിലുമൊക്കെ വഴികളുണ്ടാവും. ഫിനാൻസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. റെഡി ക്യാഷ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടി കൊണ്ടുപോകാം. ഒരു ഐ ഡി കാർഡ് മാത്രം മതി. ID കാർഡ് പേരെന്ന് പറയാനുള്ള ID കാർഡ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. വണ്ടി വരാൻ നോക്കുക, ഇഷ്ടപ്പെടാൻ കൊണ്ടുപോകാം. ഏത് ഷോപ്പിൽ കൊണ്ടുപോവാ, ഏത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവാ, ഏത് ഷോറൂമിലും കൊണ്ടുപോവാ, ഫുൾ ഗ്യാരണ്ടി. പ്രശ്നമില്ല. ഞാൻ അങ്ങനെ പറയുന്ന വാഹനങ്ങൾക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോവാം. നിങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞു വരികയാണെങ്കിൽ അത് ഞാൻ അപ്പോൾ തീരുമാനമാക്കി തരും. ഇപ്പൊ ഫിനാൻസ് ചെയ്യുവാണെങ്കിൽ പ്രൊസീജിയേഴ്സ് എത്ര സമയം ഉണ്ടാവും? നമുക്ക് എത്ര ദിവസം ഉണ്ടാവും? മാക്സിമം ഒരു 1 വീക്ക്. 1 വീക്കിനുള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഞാൻ വണ്ടി ഇറക്കി കൊടുക്കും അല്ലേ? ഓക്കെ. ഇനി നമ്മൾ വരുന്നത് മാരുതി സുസുക്കിയുടെ വാഗണാറിലേക്കാണ്. ഡീറ്റെയിൽസ് പറഞ്ഞു. ഡീറ്റെയിൽസ് 2015 VXI, അന്നത്തെ കാലത്ത് ഫുൾ ഓപ്ഷൻ. ഓക്കെ. എക്സ്ട്രാ വർക്ക് എന്ന് പറയുകയാണെങ്കിൽ സീറ്റ് വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മെയിൻ ക്ലാസ് ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതൊരു ഉദ്യോഗസ്ഥന്റെ കയ്യിലായിരുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ കണ്ണൂർ ടു ട്രിവാൻഡ്രം ഷട്ടിൽ അടിച്ചിരുന്ന വാഹനമാണ്. 1.5 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ്. ഓണം പ്രമാണിച്ച് നമുക്ക് 2,90,500 ഓണം പ്രമാണിച്ച് 2,90,500 അല്ലേ? 90,000. അതാണ് അടുത്ത ഓഫർ എന്ന് പറയുന്നത്. ഫിനാൻസ് ചെയ്ത് കൊടുക്കാം, ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണിലെ ആദ്യത്തെ വണ്ടി, ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ലോണുള്ള ആദ്യത്തെ വണ്ടിയാണ്. ഇതിന് ഓണം ഓഫറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്റീരിയറിൽ അപ്പോൾസ്റ്ററി ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ മാറ്റിയിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനുള്ള സീറ്റ് കവർ മാറ്റിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. കാണിച്ചു തരാം, ആണല്ലോ. ഇത് ബ്ലാക്ക് അല്ല കേട്ടോ, തുറന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളർ മനസ്സിലായി. ഇതൊരു ടൈപ്പ് വൈൻ റെഡ് പോലത്തെ ഒരു കളറും നോർമൽ റെഡ് പോലത്തെ കളറിലുള്ള സീറ്റ് കവറാണ് ഇട്ടിരിക്കുന്നത്. അടിപൊളി. വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതേ സ്റ്റിയറിംഗ് കവർ ഇട്ടിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറിലെ സ്റ്റിയറിംഗ് കവർ ഇട്ടിട്ടുണ്ട്. വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ടയർ കണ്ടീഷനൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം 60-70% മേലെ ഓടാനുള്ള ടയർ കണ്ടീഷനും കിടപ്പുണ്ട് വണ്ടിക്ക്. പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇത്രയൊക്കെയാണ് വാഗണാറിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഇത്ര നേരം പറഞ്ഞ വണ്ടികളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. നേരെ നമ്മൾ വീണ്ടും ഒരു കുഞ്ഞൻ വണ്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം. ഓക്കെ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചെറിയ റീപ്ലേസുകൾ ഉണ്ട്.
ഫുൾ ഓണിൽ കൊടുക്കാം. ഫുൾ ഓൺ വേണ്ടി തന്നെ ഫുൾ ഓണിൽ 1,95,000 രൂപക്ക് ഫുൾ ഓണിൽ കൊടുക്കാം. 1,95,000 രൂപയാണ് വണ്ടിക്ക് ചോദിക്കണ വില. ഫുൾ ഓണുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഓൾട്ടോയ്ക്ക് വേറെ അങ്ങനെ ചെറിയ റീപ്ലേസ്മെന്റ് ഉള്ളൂ അല്ലേ? ചെറിയ റീപ്ലേസ്മെന്റ് ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നുമില്ല. നേരെ നമ്മൾ വീണ്ടും ഒരു ഇന്നോവ, ടൊയോട്ടയുടെ ഇന്നോവയിലേക്ക് പോവാണ്. ഇതിനകത്ത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യമായിട്ട് അവിടെ ഇവിടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഉണ്ട്, ബാക്കിൽ ബമ്പർ കൊടുത്തിട്ടുണ്ട്. ബമ്പർ മീൻസ് എക്സ്ട്രാ ഒരു മെറ്റൽ ബമ്പർ കൊടുത്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഇന്നോവ അല്ല ഇതിന്റെ മറ്റേ നമ്മളെ MLA-മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 2 ആന്റീന കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു DRL കുറച്ച് നീക്കിയെടുത്തു. ഇവിടെ ഒരു DRL കൊടുത്തിട്ടുണ്ട്. ഫോഗ്ലാം ലൈറ്റ്സ് ഉണ്ട്. ഇവിടെ കുഞ്ഞു ലൈറ്റുകളുണ്ട്. ഇത് മൊത്തത്തിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെ കുഞ്ഞു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബ്ലൈൻഡ് സ്പോട്ട് മിറർ വരുന്നുണ്ട്. പിന്നെ ഇന്റീരിയറിൽ കരവിരുത് ഇവിടെയൊക്കെ ക്രോം ഫിനിഷുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു വീലാർച്ചിൻ്റെ അവിടെ ക്രോം ഫിനിഷ് ഉണ്ട്, ഇവിടെ ക്രോം ഫിനിഷ് ഉണ്ട്. മൊത്തത്തിൽ അങ്ങനെ ഈ ഒരു രീതി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻ ആണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇന്നോവ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക അവിടെ ഒരു മിറർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. 2012 മോഡല്, 5th ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. 1,78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് കമ്പനി ഫുൾ സർവീസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. വരുന്ന വാഹനമാണ്, രജിസ്റ്റേർഡ് ആണ്. ഒരു 2 വർഷത്തോളം ആയി ഇപ്പൊ നിലവിൽ കേരളത്തിൽ ഈ വാഹനം ഓടുന്നു. നല്ലൊരു വണ്ടി ഭ്രാന്തന്റെ കയ്യിലായിരുന്നു വാഹനം ഉണ്ടായിരുന്നത്. അത് കാണുമ്പോൾ മനസ്സിലാക്കിയതാണ്. നമുക്ക് 6,75,000 രൂപ കൊടുക്കാം. 6,75,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇന്നോവ 7 സീറ്റർ കൊണ്ടുപോകാം. അത്യാവശ്യം മോഡിഫൈഡ് ആയിട്ടുള്ള ഇന്നോവ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം. 75,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ പുറത്തെ കരവിരുതുകൾ നിങ്ങൾ കണ്ടല്ലോ, നമുക്ക് അകത്തെ കരവിരുതുകളൊന്ന് കാണാം. അകത്തേക്ക് വരുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾസ്റ്ററി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ വണ്ടിയുടെ പല സ്ഥലത്തും കാണാം കേട്ടോ. ഇതിനൊരു റെഡ് കളറ്, അത് സ്റ്റിയറിംഗ് കവറിലും ഉണ്ട്. പിന്നെ ഈ ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. വേറെ റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ടെന്നല്ലേ ബ്രോ? റിവേഴ്സ് ക്യാമറ ഉണ്ട്. അങ്ങനെയുള്ള ആധുനിക സെൻസർ ഉണ്ട്. റിവേഴ്സ് സെൻസർ ഉണ്ട്. അലോയ് വീൽ ആഡ് ചെയ്തിട്ടുണ്ട്. 6 സീറ്റർ ആണല്ലേ? 7 സീറ്റർ ആണ്. 7 സീറ്റർ ആണ്. ഓക്കെ 7 സീറ്റർ വാഹനമാണ്. അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആധുനിക വണ്ടികളിൽ കാണുന്ന പല കാര്യങ്ങളും കയറ്റിയിട്ടുണ്ട്. ഇതാണ് ബാക്കിലത്തെ വലിയ ബമ്പർ എന്ന് പറഞ്ഞത്. ബോഡിയിലേക്ക് പെട്ടെന്നൊന്ന് റിവേഴ്സിൽ എവിടെയെങ്കിലും തട്ടിയാൽ ബോഡിയിലേക്ക് പരിക്ക് വരില്ല. പക്ഷെ ഇത് ലീഗലാണോ നമ്മുടെ നാട്ടില്? ലീഗലാണോ ചോദിച്ചാൽ അതിനെ കുറിച്ച് എനിക്കില്ല. ലീഗലാണോന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഇത് നമ്മളുടെ ഇല്ലീഗലാണല്ലോ. ഇത് വേണമെങ്കിൽ ഊരി മാറ്റുക എന്ന് MEDക്ക് പറയാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഓക്കെ, നമുക്കറിയില്ല. നേരെ നമ്മൾ എത്തിയോസ് ലിവ അല്ലേ? ലിവ എല്ലാവരും തൂക്കി അടക്കുന്ന എറ്റിയോസ് ലിവ. VD മിഡിൽ ഓപ്ഷൻ, റിവേഴ്സ് ക്യാമറ, ഉള്ളിലെ സീറ്റ് വർക്ക്സ്, അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊടുത്തിട്ടുണ്ട്. അലോയ് വരുന്ന കമ്പനി അലോയ് വീൽ വരുന്ന വാഹനമാണ്. ബ്ലാക്ക് ആണ്, റീപെയിന്റഡ് ആണ്, റീ രജിസ്റ്റേർഡ് ആണ് വാഹനം വരുന്നത്. 2nd ഓണർഷിപ്പിൽ 91,000 കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ഓക്കെ, എത്ര ചോദിക്കുന്ന വില? നമുക്ക് 5,50,000 രൂപ കൊടുക്കാം. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകാം അല്ലേ? കൊണ്ടുപോകാം. ശരിക്കും ഈ കളറായിരുന്നു വണ്ടിക്ക്? ശരിക്കും വൈറ്റ് കളറായിരുന്നു. അപ്പോൾ ബ്ലാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. ബ്ലാക്ക് പെയിന്റ് കമ്പനി ഇറങ്ങുന്നില്ല, പക്ഷെ കമ്പനി ബ്ലാക്ക് പെയിന്റ് അടിച്ച ലിവ കാണാൻ നല്ല ഒരു ലുക്ക് ഉണ്ട്. ആ ഒരു മോഡ് ഇതില് വേണ്ടി ചെറുതായിട്ട് ഞാൻ ചെയ്ത് വിട്ടിയ കുറെ കലാപരിധികളാണ്. നിങ്ങളടുത്ത് ചെയ്തതാണ്? ഓക്കെ, ഫൈൻ. അപ്പോൾ അലോയ് ആയിട്ട് ചേരുന്ന രീതിയിലുള്ള കളർ അടിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഇന്റീരിയറിൽ ഈ പറഞ്ഞ പോലെ ടച്ച് സ്ക്രീൻ കയറ്റിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസർ അല്ലേ? സെൻസറും ഉണ്ട്. അങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോൾ സീറ്റിൻ്റെ അപ്പോൾസ്റ്ററിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അതൊരു ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനുള്ള സീറ്റ് കവർ, ടച്ച് സ്ക്രീൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് റിയറിലേക്ക് വരുമ്പോഴും സീറ്റൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിടക്കാം കേട്ടോ. മൊത്തത്തിലൊന്ന് സെറ്റപ്പ് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നേരെ ബാക്കിലേക്ക് ഇവിടെ റിവേഴ്സ് ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് സെൻസർ ഉണ്ട്. അങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഇയോൺ പരിചയപ്പെടാം അല്ലേ? ഇയോൺ പരിചയപ്പെടാം. 2nd ഓണർഷിപ്പ്, 55,000 കിലോമീറ്റർ ഓട്ടം. ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ. നമുക്ക് 20,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കാം. 2,60,000 രൂപയ്ക്ക് ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാം. നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്കുള്ള സ്പെഷ്യൽ ഓഫർ ആണല്ലേ? 2,60,000 രൂപ. ഓക്കെ, ഒരു 20 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഫുൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ലോണിൽ കൊടുക്കാം. നിങ്ങൾ നല്ല ഒരു ലോണൊക്കെ എടുത്തിട്ട് മുങ്ങി അടക്കാത്ത ഒരാളാണെങ്കിൽ അല്ലേ, കറക്റ്റായിട്ട് അടയ്ക്കുന്ന സിവിലൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടും.
ഇതിനകത്ത് ഇപ്പൊ വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. എക്സ്ട്രാ ഒന്നുമില്ല, ഫുൾ കമ്പനി സ്റ്റീരിയോ ആണ്, കമ്പനി കാര്യങ്ങളാണ്, കമ്പനി സീറ്റ് എല്ലാം കമ്പനി സാധനങ്ങളാണ് കേട്ടോ. എല്ലാം മൊത്തം കമ്പനി മൈൻഡിലാണ് വണ്ടി ഇട്ടിരിക്കുന്നത്, വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള വാഹനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ജൂബിലി മോട്ടോറിംഗിൽ കൊമേഴ്ഷ്യൽ വാഹനങ്ങളും ഉണ്ട് കേട്ടോ. ഇവർക്ക് വേറൊരു ഷോറൂം കൂടി ഉണ്ട് അല്ലേ? ഉണ്ട്, കൊമേഴ്ഷ്യലിനായിട്ടൊരു ഷോറൂം, കൊമേഴ്ഷ്യൽ വണ്ടികൾ മാത്രമുള്ളൊരു ഷോറൂം ഉണ്ട്. കൂടാതെ ഈ ഷോറൂമിലും കുറച്ച് വണ്ടികൾ ഇട്ടുണ്ട്. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിന് എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസ് വാഹനങ്ങളുടെ വീഡിയോ കൂടുതലായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചാണ്. എന്തായാലും ഇവരുടെ രണ്ടാമത്തെ ഷോറൂമിൻ്റെ വീഡിയോ ഞങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അവിടെ ഇതുപോലെ ഏത് വണ്ടി കൊമേഴ്ഷ്യൽ പർപ്പസിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്തു തരും. ഏത് വണ്ടി ഞാൻ ചെയ്തു തരും, ലോണും ചെയ്തു തരും. ലോറിയൊക്കെ ഉണ്ടാവും? ലോറി നമുക്ക് കൊടുക്കാം. ഏത് വണ്ടി? ട്രാവലർ കൊടുക്കാം, ലോറി കൊടുക്കാം. എൻ്റെ അടുത്ത് 4 ട്രാവലർ നിലവിലുണ്ട് കൊടുക്കാനായിട്ട്. ഇവിടെ കയറ്റിടാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാത്തതാണ്. അപ്പോൾ ഏത് വണ്ടി ഉണ്ടെങ്കിലും വിളിച്ചോ, നമ്പറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കാറ്റഗറി വണ്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യൽ വ്യക്തി ഇവിടെ കിടപ്പുണ്ട് അല്ലേ? ഇത് നമ്മുടെ ടൊയോട്ട കോളിസിന്റെ ഡ്യൂപ്പ് എന്നൊക്കെ പറയാം. ചൈന കോളിസ് എന്നായിരുന്നു ഇത് കറങ്ങിയ കാലത്ത് എല്ലാവരും പറഞ്ഞിരുന്നത്. 2011 മോഡല്. ട്രാവൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ഇന്നോവയുടെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഇന്നോവയുടെ മൈലേജ് ഒക്കെ കിട്ടും. പേര് പറഞ്ഞു, സോനാലികയാണ് കമ്പനിന്റെ പേര്. റീനോ എന്നാണ് വണ്ടിയുടെ പേര് വരുന്നത്. അതിന്റെ പേര് ആർക്കും അറിയില്ല. 11 മോഡൽ വരുന്നത്. ഓണർഷിപ്പ് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. നമ്മളെ സുഹൃത്തിന്റെ വാഹനമാണ്. അറിയാവുന്ന ആളാണ്. വിശ്വസിച്ച് കൊണ്ടുപോകാം. ഒരു കുഴപ്പമില്ല. ലോണ് പാസ്സാവില്ല. 1 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ വാഹനം കൊടുക്കാം. 7 സീറ്റർ. 1 ലക്ഷത്തിന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവോ? ചെറിയ മാറ്റങ്ങളൊക്കെ വരും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിപ്പോ പാച്ച് വർക്കുകൾ ഉണ്ട് ചെറുമട്ടത്തില്. പാച്ച് വർക്ക് എന്ന് പറയുമ്പോൾ ചെറിയ പെയിന്റ് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതൊന്ന് എടുത്ത് സെറ്റപ്പ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി വണ്ടിയാണ് അല്ലേ? നമ്മുടെ രംഗൻ ചേട്ടന്റെ വണ്ടിയുടെ അതേ രൂപത്തിലാക്കാൻ പറ്റില്ല നമ്മുടെ കോളിസിന്റെ. ഇന്റീരിയർ സൈഡ് ഓപ്പൺ ആണോ ബ്രോ? ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട കാര്യങ്ങളിലായിട്ട് ഒന്നുമില്ല. സീറ്റൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് കിടക്കുന്നത്. മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ലെഗ് സ്പേസ് ഒക്കെ വേണ്ട ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ. അങ്ങനെ കുഴപ്പമുള്ള വണ്ടിയൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ട് ഇത് സക്സസ് ആയില്ല എന്ന് ചോദിച്ചാൽ അറിയില്ല അല്ലേ? ഈ ഒരു കാറ്റഗറിയിൽ ഇന്നോവ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കോളിസ് വരെ അവർ പിന്നോക്കം വലിച്ചെന്ന് തോന്നുന്നു. ഈ സൈഡിലേക്ക് വരുമ്പോഴും ക്യാപ്റ്റൻ സീറ്റ് പോലത്തെ സീറ്റാണ് വരുന്നത്. ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തേർഡ് റോയിലും വലിയ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം 3 പേർക്കൊക്കെ ഇരിക്കാം സൗകര്യപ്രദമായിട്ട്. ഇതാണ് കമ്പനി റെനോ RX. ബാക്ക് സൈഡ് കൂടി ഒന്ന് കാണിച്ചു കൊടുത്തു വണ്ടിയുടെ. ഈ വണ്ടി പലരും കാണാത്ത ആൾക്കാരുണ്ട്. കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരികയാണ്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ചെറിയ ഒരു സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കുള്ളത് കാറുകൾ കഴിഞ്ഞില്ല നമ്മുടെ ഇവിടുത്തെ കാറുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസ് വാഹനങ്ങൾ കുറച്ചുകൂടെ കിടപ്പുണ്ട്, അതുകൂടി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൊമേഴ്ഷ്യൽ പർപ്പസ് വെഹിക്കിൾസിൽ ആദ്യം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഓട്ടോയാണ്. ആപ്പയുടെ സിറ്റി. ഓക്കെ, ഇത് ഏത് ഇയർ? 2013 മോഡലാണ്. 13 മോഡൽ. 90 രൂപ കൊടുക്കാം. 90 രൂപ കൊടുക്കാം. ഇതിന്റെ കിലോമീറ്റർ ഒക്കെ എത്ര നോക്കിയിട്ടും കാര്യമല്ല. കിലോമീറ്റർ 1 ലക്ഷം കഴിഞ്ഞാൽ മറിയും അല്ലേ? ഇത് കൊമേഴ്ഷ്യൽ വണ്ടി ആകുമ്പോൾ ഓടിക്കാൻ വേണ്ടിയാണല്ലോ മേടിക്കും. അപ്പോൾ നല്ല ഓട്ടോ ഓടിയ വണ്ടികളൊക്കെ ആയിരിക്കും. അപ്പോൾ നല്ല ഓട്ടം പറഞ്ഞാൽ എങ്ങനെ ആയാലും ഓട്ടോറിക്ഷ ഓടും. ഓട്ടോറിക്ഷ ഓടിക്കണവർക്ക് അറിയാം, ഓട്ടോറിക്ഷ ഓടും. എഞ്ചിന് അതിൻ്റെതായ പണികൾ വരും. ആ പണികൾ നമ്മൾ എടുക്കും, ഓടും. അരി വാങ്ങിക്കാൻ ഓടുന്ന വണ്ടികളല്ലേ. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ പറയുമ്പോൾ അങ്ങനെയാണ്, ഓടാൻ വേണ്ടി എടുക്കുന്നത്. ഈ വണ്ടിയുടെ ഒക്കെ മൈലേജ് ഒക്കെ എങ്ങനെയുണ്ട്? 30-35 കിട്ടും. 35 കിട്ടും അല്ലേ? ഓക്കെ. എനിക്ക് ശരിക്കും കൊമേഴ്ഷ്യൽ വണ്ടികൾ ചെയ്തിട്ടുള്ള ശീലമില്ല, അതുകൊണ്ട് എന്ത് ചോദിക്കണം എന്ന് എനിക്കറിയില്ല. ഇവിടെ കണ്ടപ്പോൾ ഇതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചാണ്. ആരും ചീത്തയൊന്നും വിളിക്കരുത്, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് അല്ലേ? ഇനി നമുക്കൊരു ലോറി, നിസാന്റെ ടിപ്പർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കാറുള്ളത്. അത് എഞ്ചിൻ സ്പെക് ആണ്. നിസാൻ ആണ് ഇതിന്റെ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മഹീന്ദ്ര ആണ് കമ്പനി വരുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഏത് ഇയറാ? 2005 മോഡൽ. ഓക്കെ. പേപ്പർ ക്ലിയർ. എയ്ച്ചറിന്റെ ഗിയർ ബോക്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ. നിലവിൽ എന്തെങ്കിലും അപാകതകൾ? മണ്ണിനോടിയ വാഹനമാണ്, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ ഇത് എടുക്കാനും വരുള്ളൂ. ഓക്കെ. 2005 ഒക്കെ അത്രയും അങ്ങനെ മണലൊക്കെ ഇടാനാണ് ആൾക്കാരെ എടുക്കുക. അതെ. വേറെ പ്രശ്നങ്ങളൊന്നുള്ള വണ്ടിയല്ല. 2,30,000 രൂപ കൊടുക്കുക. 2,30,000 രൂപ കൊടുക്കുക. ഓക്കെ. 2,30,000 ഇൻഷുറൻസ് ഞാൻ പുതിയത് അടച്ചു. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നേരെ ഇനി നമ്മൾ വരുമ്പോൾ ഇത് എയ്സ് ആണോ മാക്സിമോ? ഇത് മാക്സിമോ ആണ്. മഹീന്ദ്രയുടെ മാക്സിമോ 4 വീലർ. ഓക്കെ. ഇത് സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. 1 ലക്ഷത്തിന് മേലെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. ഇത് ക്ലോസ്ഡ് ബോഡി ആണ്. ഈ ഡെലിവറി കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നവർക്ക്
നല്ലൊരു ചോയ്സ് ആണ്. ഓക്കെ, 1,10,000 രൂപക്ക് കൊടുക്കുക. പേപ്പർ കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. ഓക്കെ, എൻജിൻ വർക്ക് ന്യൂലി ചെയ്ത വണ്ടിയാണ് അല്ലേ? ഓക്കെ, ടയർ കണ്ടീഷൻ ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കിടപ്പുണ്ട്. കട്ടുള്ള ടയറൊക്കെ തന്നെ കേട്ടോ കിടക്കുന്നത്. നേരെ നമ്മൾ വെള്ളിമൂങ്ങ അല്ലേ? വെള്ളിമൂങ്ങ എല്ലായിടത്തും തന്നെ വെള്ളിമൂങ്ങ കൊച്ചിയിൽ മാത്രമാണ്, മലപ്പുറത്ത് അങ്ങനെ എല്ലാവർക്കും വെള്ളിമൂങ്ങയാണ്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. 2014 മോഡല്, സെൻസറിന്റെ വരുന്നതിന്റെ തൊട്ട് മുന്നത്തെ മോഡല്. പേപ്പർ വാങ്ങ് അത് ഞാൻ സർവീസ് ചെയ്യുന്നോണ്ട് മുഖം കാണാൻ പറ്റില്ല. പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇൻഷുറൻസ് ഞാൻ പുതിയത് അടച്ചു കൊടുക്കും. 1,75,000 രൂപ കൊടുക്കുക. 1,75,000 രൂപ കൊടുക്കുക. പ്രൈവറ്റിലാണ് വരുന്നത്, അതുകൊണ്ട് വേറെ ചൊറകളൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ തലവേദനകളൊന്നുമില്ല. ഇവിടുത്തെ വണ്ടികളെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉള്ള വണ്ടി, ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടുന്ന് നിങ്ങൾ വണ്ടി എടുത്താൽ നിങ്ങൾക്ക് ഇനി ഒരു കാലത്ത് കൊടുക്കണം തോന്നുകയാണെങ്കിലും നമ്മളടുത്ത് തന്നെ സമീപിക്കാം. യെസ്, അതാണ് നിങ്ങൾക്ക് വണ്ടി വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. അടുത്തത് നമ്മൾ വീണ്ടും ഒരു ഓട്ടോയിലേക്ക് വന്നിരിക്കുകയാണ്. KL2 2021 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്. വർക്കൊക്കെ കൊല്ലത്തെ വർക്കാണ്. 1,90,000 രൂപ കൊടുക്കും. ഇത് ഏതിന്റെ? ബജാജിന്റെ അല്ലേ? ബജാജ് കോമ്പാക്ട്. ഓക്കെ, ചെറിയ മോഡൽ വണ്ടി. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മളെല്ലാം പറഞ്ഞില്ലേ? 21 വണ്ടി 1,90,000 കൊടുക്കുക. പേപ്പർ ഫുൾ ഫിറ്റ്. ഓക്കെ, ഫുൾ ഫിറ്റ്. അടുത്ത വണ്ടി വീണ്ടും 2020 വണ്ടി, ഇത് വലിയ വണ്ടി. ഓക്കെ, 2020 മോഡല്, സെൻസർ വാഹനം. വീഡിയോ വിളിച്ചിട്ട് വരുന്നവർക്ക് അതിനനുസരിച്ച് കൊടുക്കുക. റേറ്റ് ഞാൻ പറയുന്നില്ല. സ്പെഷ്യൽ റേറ്റ് ആണ്. ഓക്കെ, അത് സസ്പെൻസ് റേറ്റ് ആണ്. എന്നാലും ഏകദേശം ഒരു ഇത് പറഞ്ഞു. എങ്ങനെയാലും 1.5 ലക്ഷം രൂപ മേലൊക്കെ 1.5 ലക്ഷം രൂപ മേലൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, എന്നാലും നിങ്ങൾ വിളിച്ചിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള റേറ്റിന് തരുന്നതായിരിക്കും. വണ്ടിയെല്ലാം കിട്ടിക്കാൻ കണ്ടീഷനിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്ന അടുത്ത ഓട്ടോ ആണ് നമ്മൾ പരിചയപ്പെടാൻ. പെട്രോൾ വാഹനം റെയർ ആണ്, തപ്പി നടക്കുന്നവർക്ക് ഇതിന്റെ അടുത്തേക്ക് വരാം. ഓക്കെ, അത് ഡീസലായിരുന്നല്ലേ? അത് ഡീസലാണ്. അതെല്ലാം ഡീസലായിരുന്നു. ബാക്കിയൊക്കെ ഡീസലാണ്. ഇത് പെട്രോൾ വണ്ടിയാണ്. 2019 മോഡല്, 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപ കൊടുക്കാം അല്ലേ? കണ്ടീഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ. വീണ്ടും എടുത്ത് ഓരോ വണ്ടിയുടെ എടുത്തെടുത്ത് പറയുന്നില്ല. നല്ല ഇതിനൊക്കെ പാർട്ടിക്കാർ എപ്പോഴേലൊക്കെ വരുള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു കോളേജിൽ കിടക്കുന്നത്. അതായത് മരത്തിന്റെ കടിയിലിടുമ്പോൾ ഇല വീണ്, പിന്നെ മഴയാണ്, കാലാവസ്ഥയൊക്കെ അറിയാമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ വണ്ടി അടിപൊളി കണ്ടീഷൻ തന്നെ നടക്കുന്നത്. അടുത്ത നമ്മുടെ എയ്സ് ഡൈക്കോർ ആണ് വരുന്നത്. 2015 മോഡല്, ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ ആണ്. ഓക്കെ, പേപ്പർ ഫിറ്റില് 1,40,000 രൂപ കൊടുക്കും. 1,40,000 രൂപ കൊടുക്കാം കേട്ടോ. ചെറിയൊരു ഗ്ലാസ് മാറിത്തരാം. ഗ്ലാസ് മാറി കൊടുക്കും. ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അത് മാറി കൊടുക്കും. നേരെ നമ്മൾ CNG വണ്ടിയിലേക്കാണ് വരുന്നത്. ആപ്പേ അല്ലേ? എറണാകുളം വാഹനം തന്നെ. KL42 ഉണ്ടോ? നമ്മുടെ കൊച്ചിയിലുള്ള, ഞങ്ങൾ കൊച്ചിക്കാരാണ് കേട്ടോ, അറിയാത്തവരുണ്ടെങ്കിൽ. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് മലപ്പുറത്തേക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത്. ഓക്കെ, ഡീറ്റെയിൽസ് പറയാം. 2018 വാഹനം, പേപ്പർ ഫിറ്റ് ചെയ്തിട്ട് 1,40,000 രൂപ കൊടുക്കും. 1,40,000 രൂപ കൊടുക്കും. ഓക്കെ, അടുത്തത് നമ്മളൊരു പിക്കപ്പ് വണ്ടിയാണ് കേട്ടോ. ആപ്പയുടെ ഗുഡ്സ് വെഹിക്കിൾ. എക്സ്ട്രാ LD അല്ല, എക്സ്ട്രാ സാധാ. 2013 വാഹനം, 1,10,000 രൂപ കൊടുക്കാം. 1,10,000 രൂപ കൊടുക്കാം അല്ലേ? വീണ്ടും നമ്മൾ അടുത്തതിലേക്ക് വരുമ്പോൾ അടുത്തത് 2018 മോഡല്, നമ്മളെ മലപ്പുറം വർക്കാണ് വരുന്നത്. മലപ്പുറം ജില്ലയിലുള്ള ഫേമസ് വർക്കാണ് ഇതല്ലേ? പേപ്പർ ഫിറ്റ്. 2025 വരെ പേപ്പർ ഉണ്ട്. 1,70,000 രൂപ കൊടുക്കാം. 1,70,000. ഈ മുകളിലുള്ള വർക്കിന്റെ കാര്യമാണ്. അതെ, മുകളിലുള്ള വർക്ക് ഓരോ ഏരിയയിൽ ഓരോ മാതിരി. ഇത് മലപ്പുറത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. ഇത് മലപ്പുറത്ത്, അതുപോലെ തന്നെ നിലമ്പൂർ എന്ന് പറയുന്ന ഒരു ഏരിയയിലുള്ള വർക്കാണ്. നിങ്ങൾ ആ കണ്ടത് കൊല്ലം ഏരിയയിലുള്ള വർക്കാണ്. ഇനി കരുനാഗപ്പള്ളി പോകുമ്പോൾ വർക്കുകൾ മാറും. തിരുവനന്തപുരം പോകുമ്പോൾ വർക്ക് വീണ്ടും മാറും. അങ്ങനെ ഓരോ സൈഡിലേക്ക് ഈ പടുതയുടെ വർക്ക് ഓരോ പോലെയാണ്, ഓരോ രീതിയിലാണ്. അതാണ് പറഞ്ഞല്ലേ? അത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓട്ടോക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഓരോ ഏരിയയിലെ ഓരോ വർക്കാണല്ലേ? അപ്പോൾ ഇത് മലപ്പുറം നിലമ്പൂർ ഏരിയയിലുള്ള ടൈപ്പ് വർക്കാണ്. 2021 മോഡല് CNG. ഇത് നമുക്ക് 1,70,000 രൂപ കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വരുന്നതാണ്. 1,70,000 രൂപ കൊടുക്കാം അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളി കണ്ടീഷൻ. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതായത് ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറിൽ ഇന്നോവ ക്രിസ്റ്റ. ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയാൽ കാണാം ഫ്രണ്ടിലുള്ള വീഡിയോ. 2018 മോഡല് GX വേരിയന്റിൽ വരുന്ന 1,60,000 കിലോമീറ്റർ ഓടിയ വാഹനം. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫുൾ ഓണില് ഒരു ബുള്ളറ്റ് പോയതാട്ടോ. ഫുൾ ഓണില് 15,90,000 രൂപയ്ക്ക് ഈ ഓണത്തിന് നമുക്ക് കൊടുക്കാം. ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 15,90,000. ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല, ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല. റീ രജിസ്റ്റേർഡ് ആണ്.
ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ടോ നോക്കുമായിരുന്നു, പക്ഷെ ഒന്നും കാണാനില്ല കേട്ടോ. അടിപൊളി വണ്ടിയാണ്, റീ രജിസ്ട്രേഷൻ വണ്ടിയാണല്ലേ? നൈസ് വണ്ടിയാണ്. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോഴും സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയല്ലേ? എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ കിടക്കുകയാണ്. അടിപൊളി കിടക്കാച്ചിയായിട്ട് കിടക്കുന്ന നമ്മുടെ ഓണം ഓഫറിൽ സ്പെഷ്യലായിട്ട് കൊടുക്കാനായിട്ടിരിക്കുന്ന ക്രിസ്റ്റയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ക്രിസ്റ്റ വേണ്ടവർ വന്ന് വണ്ടി പൊക്കിക്കൊള്ളുക, വണ്ടി പോകുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റയൊക്കെ നല്ല ഡിമാൻഡുള്ള വണ്ടിയല്ലേ? ഓ, ഡിമാൻഡാണ്, നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത്രയും വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ക്യാമറ ഇങ്ങനെ കറങ്ങി അടക്കിയുള്ളൂ. കൊമേഴ്ഷ്യൽ വണ്ടികൾ പരിചയപ്പെടുത്തിയാൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും, കാരണം എനിക്ക് അത് ചെയ്തുള്ള ശീലമില്ല. ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും, ആരും ചീത്തൊന്നും പറയുന്നത്. അപ്പോൾ ഓരോരുത്തർ പഠിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയല്ല. അപ്പോൾ ഇവിടെ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർക്കുണ്ടെങ്കിൽ ഉപകാരപ്പെടുത്തേ എന്ന് കരുതി. അപ്പോൾ ജൂബിലി മോട്ടോറിങ്ങിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. യൂട്യൂബ് ചാനലിലും എല്ലാ ഡീറ്റെയിൽസും ഉണ്ടല്ലേ? ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് പറഞ്ഞു. ജൂബിലി മോട്ടോറിംഗ് തന്നെ, ജൂബിലി.മോട്ടോറിംഗ്. ഞാനിവിടെ താഴത്ത് ഇങ്ങനെ എഴുതി കാണിക്കാം, ജൂബിലി.മോട്ടോറിംഗ്. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുക, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ലൊക്കേഷനൊക്കെ നമ്മൾ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ നേരെ അവിടെ പോയി കണ്ടോളുക. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കസ്റ്റമേഴ്സൊക്കെ വരുന്നത് നല്ല തിരക്കുള്ള സമയമാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ നിർത്തി ബുദ്ധിമുട്ടി. താങ്ക് യു സോ മച്ച്. ഒരു കൈ എന്നിട്ട് വീട്ടും മൈക്കും തന്നേക്ക്. താങ്ക് യു സോ മച്ച്. അപ്പോൾ കാണാം. അപ്പോൾ ഗൈസ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ.